രണ്ട് പ്രമുഖ ഇസ്രായേൽ മന്ത്രിമാർക്കെതിരെ അറസ്റ്റ് വാറണ്ട് വരാൻ സാധ്യത. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. വർണ്ണവിവേചനത്തിനെതിരെയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഐയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുറിനും ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിനുമെതിരെയാണ് അറസ്റ്റ് വാറണ്ട് വരിക. അങ്ങനെ സംഭവിച്ചാൽ അന്താരാഷ്ട്ര കോടതിയിൽ വർണ്ണവിവേചന കുറ്റം ചുമത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. മെയ് മാസത്തിൽ അവധിയിൽ പോകുന്നതിന് മുമ്പ് ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ ബെൻഗുറിനും സ്മോട്രിച്ചിനുമെതിരെ കേസുകൾ തയ്യാറാക്കിയിരുന്നു. അറസ്റ്റ് വാറണ്ടുകൾക്കായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അവ കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രം മതിയെന്നും ഒരു ICC വൃത്തം മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞു. എന്നാൽ ബാഹ്യ സമ്മർദ്ദത്തിൽ വാറണ്ട് അപേക്ഷ മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ആശങ്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചിലർ ഉന്നയിക്കുന്നുമുണ്ട്. ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങളിൽ ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാനെതിരെ UN അന്വേഷണം നടക്കുകയാണ്. ആരോപണത്തെ തുടർന്ന് മെയ് മാസത്തിൽ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു. ലൈംഗിക പീഡന ആരോപണം കരീം ഖാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ബെൻഗുറിന്റെയും സ്മോട്രിച്ചിന്റെയും അപേക്ഷകൾ അപ്രത്യക്ഷമായാൽ ലോകത്തിലെ വർണ്ണവിവേചനത്തിന്റെ ഏറ്റവും പ്രകടമായ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അവസരം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും ICCയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ജൂണിൽ 4 ICC ജഡ്ജിമാർക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, 3 ഹമാസ് നേതാക്കൾ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഖാന്റെ അപേക്ഷയിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച 2 ജഡ്ജിമാരും ഉപരോധം ഏർപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നു. മുൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളിൽ നിന്നും അടുത്ത സഹപ്രവർത്തകരിൽ നിന്നും കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും ഖാൻ നിരവധി ഭീഷണികൾക്കും മുന്നറിയിപ്പുകൾക്കും വിധേയനായിട്ടുണ്ടെന്നും ഹേഗിലെ മൊസാദ് സംഘം പ്രോസിക്യൂട്ടറുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഈ മാസം ആദ്യം ICC വെളിപ്പെടുത്തി. എന്നിട്ടും 2024 മെയ് 20 ഖാൻ അപേക്ഷകൾ സമർപ്പിച്ചു. പിന്നാലെ നവംബറിൽ നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. മെയ് 27 ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ബെൻഗുറിനും സ്മോട്രിച്ചിനുമെതിരെ വാറണ്ട് പുറപ്പെടുവിക്കാൻ അവധിയിൽ പോകുന്നതിന് മുമ്പ് പ്രോസിക്യൂട്ടർ തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ്. നിയമപണ്ഡിതരും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഇസ്രായേലിലെ ബീസലേമും ഉൾപ്പെടെ നിരവധി മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ഇസ്രായേലിനെതിരെ വർണ്ണവിവേചന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 2024 ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നീതിന്യായ സ്ഥാപനമായ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തിയ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയത് വർണ്ണവിവേചനമാണെന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചിരുന്നു.